ടീച്ചർ പേരെന്ന് പറഞ്ഞു. ഷീബ, മലപ്പുറം. ജെസ്സി, ഇടുക്കി. നിങ്ങളാണ് കൂട്ടിക്കൊണ്ട് വന്നത്? ഞാന് പയ്യന്നൂര്, കണ്ണൂർ ജില്ല. ഇടുക്കി. മിനി കോതമംഗലത്താണ് താമസിക്കുന്നത്. എവിടെ പഠിപ്പിച്ചത്? പഠിപ്പിച്ചത് പെൻഷനായത് മൂവാറ്റുപുഴ. LP ലോവർ പ്രൈമറി. എവിടുന്നാ റിട്ടയർ ചെയ്തത്? ഞാന് ഇടുക്കിയാണ്, ഇടിഞ്ഞമല സ്കൂളിൽ നിന്ന്. ഞാൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. അവിടുത്തെ പ്രൈമറി അവിടെ സബ്ജക്ട് ഒന്നും പ്രൈമറിയിൽ സബ്ജക്ട്. ഞാൻ റിട്ടയർ ആയിട്ടില്ല, വൈഫാണ്. അവരെ കൂടെ കൂടിയതാണ്. ഇപ്പൊ വർക്ക് ചെയ്യാണ് മലപ്പുറം മങ്കട, GHS മങ്കടയിൽ. ഞാനൊരു കവിത ഇല്ല, എന്റെ കവിതയാണ്. അങ്ങനെയൊക്കെ വായിച്ചു. ഒറ്റയ്ക്ക് നനയുമ്പോൾ കവിത എഴുതി അവതരിപ്പിക്കുന്ന വത്സല ടീച്ചർ. കാലവർഷമിരുണ്ടു മിഥുനമാസമിരമ്പിയാർത്തു പെയ്ത മഴയിലൊഴുകിയെത്തി നനവിൻ മഴത്തുള്ളിയായി നിന്നോർമ്മകൾ. കാലവർഷമിരുളുമ്പോൾ നിൻമിഴിയിലന്നു കണ്ട പിടയുന്ന പ്രാണന്റെ നൊമ്പരം മഴച്ചുഴിയായി മനസ്സിനാഴങ്ങളിൽ കലങ്ങി മറിയുന്നുണ്ടിപ്പോഴും. അറിയുന്നുവോ പ്രിയ സഖേ, തിമിർത്തു പെയ്യുന്നു പേമാരി ഇപ്പോഴും കുത്തിയൊലിച്ചൊഴുകുന്നു നമ്മുടെ പുഴയും തൊടികളും. മഴ നനയുവാനാകുമോ നമുക്കിനി, നിൻ കൈ പിടിച്ചൊട്ടു നേരം നടന്നു നീങ്ങാൻ കൊതിയാർന്നിടവേ. ഏതു മഴയിലും ഒലിച്ചു പോകാത്തൊരോർമ്മയുമായി ഞാനിന്ന് ഒറ്റയ്ക്കു നനയുന്നു നിനക്കായി മാത്രം. നന്ദി. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കായലലകൾ പുൽകും തണുവലിയും ഈറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്. ഞാൻ അനിൽ ജോസഫ്. ഞങ്ങള് തൊടുപുഴയിൽ നിന്ന് ഒരു ഗെറ്റ് ടുഗദറിന് വന്നതാണ് ഈ റിസോർട്ടിൽ. കാൽവരി മോണുള്ള നല്ല വൈബാണ്, പരിചയപ്പെടാനൊക്കെ സാധിച്ചു. സ്വദേശം ഞാൻ ഇരട്ടയാറുകാരനാണ്, ഇപ്പൊ തൊടുപുഴ സെറ്റിലായിരിക്കുന്നതാണ്, റിട്ടയർഡ് ഹെഡ് മാഷാണ്. അതെ. പഠിച്ചത് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ്. 2 വർഷം. വോളിബോൾ പ്ലെയർ ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. പ്രീ ഡിഗ്രി അവിടെ പഠിച്ചത്. 82-84. താങ്ക് യു. ഒരു കൂടിച്ചേരലുള്ളതാണ്, ഒരുമിച്ച് പഠിച്ച ആളുകൾ ഒരുമിച്ച്. കഴിഞ്ഞ വർഷം ഞങ്ങള് പയ്യന്നൂരായിരുന്നു. ഈ വർഷം അത് ഇടുക്കിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇടുക്കിയിൽ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് എനിക്ക് ഈ പ്രദേശത്തെ കുറിച്ചൊരു ധാരണയുണ്ട്. അങ്ങനെയാണ് കാൽവരി മൗണ്ട് സെലക്ട് ചെയ്യുകയും ഇവിടെ വരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. താങ്ക് യു. ഈ ട്രിപ്പുകൾ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? അത് ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്നു, എനിക്കറിയാമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നേരത്തെ ഈ റിസോർട്ടിൽ വന്ന് തങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആളുകൾക്ക് അത്യാവശ്യം ഇതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് താല്പര്യമാണ്. അപ്പം അങ്ങനെ ഈ റിസോർട്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. അതെ. ഇഷ്ടപ്പെട്ടു. നല്ലതാണ്.
ഫുഡില്ല, ഫുഡ് ഞങ്ങൾ തന്നെ പറഞ്ഞ ഫുഡ് റെഡിയാക്കി തരിക ചെയ്ത്. ആ ആ ആ. അനിൽ അനിൽ ജോസഫ്. ഞാൻ 80 to 84 പ്രീ ഡിഗ്രിക്ക് അവിടെ പഠിക്കാൻ വന്നതാണ്. മെയിൻ കാര്യം അത് വോളിബോളിന്റെ ഒരു ടീമുള്ള സ്ഥലമാണ്. ഞാൻ അന്ന് ചെറുതായിട്ട് പന്ത് കളിക്കുമായിരുന്നു. ഇല്ല 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 സെന്റ് തോമസ് ആയിരുന്നു അറിയപ്പെടുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും നല്ല 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 കോളേജായിരുന്നു. ഹോസ്റ്റലുണ്ടായിരുന്നു, സ്പോർട്സ് ഹോസ്റ്റൽ പ്രത്യേകം ഉണ്ട്. അല്ല അല്ല അല്ല, ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ഒരു പ്രൈമറി ഹെഡ്മാഷായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. 34 വർഷം ജോലി ചെയ്തു. അത് തന്നെ അത് തന്നെ അധികം ഇടുക്കി ജില്ലയാണ് അധികം ഉള്ളത്. എന്റെ ഫാദർ ഗവൺമെന്റ് സ്കൂളിലെ LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. എല്ലാം റിമോട്ട് പ്ലേസ് ആദ്യം കിട്ടുന്നത്. സാറിന് അങ്ങനെ പ്രയാസപ്പെട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് ഒരുപാട് സ്ഥലമുണ്ട്. സ്കൂളിലെ സ്ട്രെങ്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. സർവീസിൽ അങ്ങനെ വലിയ വലിയ ടെൻഷനൊന്നും ഇല്ല. സമയത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അത് തന്നെ അത് ഗവൺമെന്റ് സർവീസിൽ. ഗവൺമെന്റിലും ഉണ്ട്, ഏടെ സ്കൂളുകളിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതെ അതെ, അത് തടിയൂരാണ്. അത് തടിയൂര് വരുന്നതെന്ന് പറഞ്ഞാല് തടിയൂരിന്റെ സെലക്ഷൻ നടത്തിയിരുന്ന അന്ന് ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലുള്ള സ്കൂളായിരുന്നു അത്. അങ്ങനെയാണ് അവിടെ വന്നത്. എല്ലാരും ഇടുക്കി DD-യിൽ അപ്ലൈ ചെയ്യും. ഗവൺമെന്റ് സീറ്റാണത്. സീറ്റാണ്. ഇല്ലില്ല, അന്ന് മാർക്ക് ബേസ് ആണ്. ഇപ്പോഴത്തെ എനിക്ക് കൃത്യം അറിയില്ല. ഉണ്ട് അതിന്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. DL-Ed എന്നോ മറ്റോ ആണ്. അതെ അതെ അതെ. ആ സബ്ജക്ട് ഒന്നും മെയിനായിട്ടില്ല. സാറ് എന്താ പറയുന്നത്, കുട്ടികളോട് TTC-ക്ക് ഒക്കെ പോകാൻ സാറ് പറയുമോ? അതൊക്കെ അവരുടെ താല്പര്യമാണല്ലോ. നല്ലൊരു സർവീസ് സെക്ടർ അല്ലേ? അതെ, പക്ഷെ ഇപ്പം അതില് കോഴ്സ് പഠിക്കാൻ എളുപ്പമാണ്, പഠിച്ചിട്ട് ജോലി കിട്ടുക എന്ന് പറയുന്നത്. താങ്ക് യു സാറേ. ഓക്കെ സന്തോഷം.